നടിയെ ആക്രമിച്ച കേസിൽ പോലീസിന്റെ നിലപാടിനെ പൊളിക്കുന്നതും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നതുമാണ് ദിലീപിന്റെ വെളിപ്പെടുത്തൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിലീപിന്റെ അറസ്റ്റിന് ശേഷവും പോലീസ് എടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട എതിർവാദം ഈ ജയിലിൽ നിന്നുള്ള ഫോൺ സന്ദേശം വന്നിട്ട് അത് ദിലീപ് ആഴ്ചകളോളം മറച്ചുവെച്ചു എന്നതാണ്. ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച പരാതി നൽകാൻ പോലും ദിലീപ് തയ്യാറാകുന്നത്. അത് ജയിലിൽ നിന്നുള്ള പൾസർ സുനിയുടെ കത്ത് വാട്സപ്പ് മുഖേന അപ്പുണ്ണിയുടെ ഫോണിലേക്ക് വന്ന ഘട്ടത്തിൽ മാത്രമാണ് ഒരു പരാതി പോലും ഉന്നയിക്കുന്നത് എന്നായിരുന്നു പോലീസിന്റെ വാദം. എന്നാൽ അതിനെയെല്ലാം തന്നെ പൊളിക്കുന്നതാണ് ഇപ്പോൾ ഈ ജാമ്യ ഹർജിയിൽ ദിലീപ് മുന്നോട്ട് വച്ചിരിക്കുന്ന വെളിപ്പെടുത്തൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റ തന്നെ ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നുവെന്നാണ് ദിലീപ് അവകാശപ്പെടുന്നത്. പൾസർ സുനി ജയിലിൽ നിന്ന് നാദിർ ഷയെ വിളിക്കുന്നത് ഏപ്രിൽ 10-നാണ്. ഏപ്രിൽ 10-ന് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാനിരിക്കുന്ന ഘട്ടത്തിലാണ് നാദിർ ഷയ്ക്ക് ഫോൺ കോൾ വരുന്നത്. അന്ന് തന്നെ 2 തവണ നാദിർ ഷയെ ഈ ജയിലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ആ ദിവസം അന്ന് തന്നെ ഈ വിവരം സംസ്ഥാന പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റയുടെ ഔദ്യോഗിക നമ്പറിലല്ല ദിലീപ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് 9654409230 എന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചറിയിച്ചു എന്നാണ് ഈ ദിലീപ് ജാമ്യ ഹർജിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്.